ഈ ഒരു ഇടവാചക അതിനുശേഷം ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വആയത്തുൻ ലഹും അല്ലേ, വആയത്തുൻ ലഹും അവർക്ക് ആയത്താണ്, അവർക്ക് ആയത്താണ്. എന്താ ഈ ആയത്ത്? നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ ഒരു തെളിവാണ് അല്ലെങ്കിൽ അത്ഭുതകരമായ വിഷയമാണ്, അത്ഭുതകരമായ വിഷയമാണ് ആയത്തിൽ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞേ ആർക്കാ? അള്ളാഹുവിൻ്റെ കഴിവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കളവാക്കുന്ന ആ ആളുകൾക്ക്, അവരാണ് യാ ഹസ്രത്തൻ അലൽ ഇബാദ് നമ്മൾ പറഞ്ഞ ടീം. വായത്തിലും അവർക്ക് ആയത്താണ്, തെളിവാണ്. ആര്? അല്ലയിലു രാത്രി. അള്ളാഹ് പറയാണ് നസ്ലഹു മിൻഹു അന്നഹാറ. നസ്ലഹു എന്ന് പറഞ്ഞാൽ എന്താ? സലഹ എന്ന് പറഞ്ഞാൽ എന്താ? സലഹ എന്ന് പറഞ്ഞാൽ തോലുരിക്കണീന് പറയും. കശത്ത തോലുരിക്കണീന് പറയും. അതേപോലെ തന്നെ അസാല നീക്കി, സലഹ തോലുരിക്ക. ഈ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ പണ്ഡിതനായിരുന്നു അബൂബക്കർ അബൂബക്കർ മുഹമ്മദ് ഇബ്നു അഹമ്മദ് ഇബ്നു സഹൽ അർ-റമലി അന്നാബുൽസി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം 4-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ഇവിടെ ജീവിച്ച മഹാനാണ്. അദ്ദേഹം വലിയ ഒരു പരീക്ഷണത്തിന് വിധേയമായ കാലഘട്ടത്തിൽ, കാരണം ഈ 4-ാം നൂറ്റാണ്ടിൻ്റെ ഒടു എന്ന് പറയുമ്പോൾ 3-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ആയിരുന്നു അദ്ദേഹം. ഈ ഫാത്തിമികൾ, ഒബൈദികൾ എന്ന് പറയുന്ന ടീമുണ്ടല്ലോ, ഒബൈദികൾ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായിട്ട് ഇസ്ലാമിനെ തകർക്കാൻ ഇറങ്ങിയ ടീമായിരുന്നു. അവരാണ് ഫാത്തിമികൾ എന്ന പേരിൽ ഈജിപ്റ്റ് ഭരിച്ചിരുന്നത്. അവരാണ് ഈ മീലാദുൻ നബിയൊക്കെ ആവിഷ്കരിച്ച ടീം. അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് അഹ്ലു സുന്നത്തിൻ്റെ പണ്ഡിതന്മാരോടായിരുന്നു, സഹാബത്തിനോടായിരുന്നു, സുന്നത്തിനോടായിരുന്നു. അവർ ഉലൂഹിയത്തെ വരെ ബാധിച്ച് എല്ലാവിധ കുഫറും ഹറാമും പ്രവർത്തിച്ചിരുന്ന ടീമാണ് ഈ ഫാത്തിമികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉബൈദികൾ. അപ്പോൾ അന്ന് അബൂബക്കർ നാബുൽസി ഒരു ഫത്വ നൽകി. എന്താ ഫത്വ? ഒരാളടുത്ത് 10 അമ്പുണ്ട് എങ്കിൽ അതിൽ 9 ഉബൈദികൾക്കെതിരിൽ പ്രയോഗിക്കണം, 1 റോമക്കാർക്കെതിരിൽ. അന്ന് 2 ശത്രുക്കളാണ്. ഒന്ന് ഉബൈദികൾ ആഭ്യന്തര ശത്രുക്കൾ, റോമക്കാർ ബാഹ്യ ശത്രുക്കൾ. അപ്പോൾ 9 എണ്ണം ഇവിടെ പ്രയോഗിച്ചിട്ട് 1 അവിടെ പ്രയോഗിക്കാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അന്നത്തെ ഭരണാധികാരി അൽ മുഈസ് എന്ന് പറയുന്ന ഈ ഉബൈദിക്ക് ഇവരെത്തി. അങ്ങനെ അബൂബക്കർ നാബുൽസിയെ അവർ പിടികൂടി. എന്നിട്ട് മുഈസിൻ്റെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് മുഈസ് ചോദിച്ചു, നിങ്ങളിങ്ങനെ ആളുകളോടൊരു ഫത്വ പറഞ്ഞെന്ന് കേട്ട് ഒരാൾക്ക് ശത്രുവിനെതിരിൽ 10 അമ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് 9ഉം 9 എണ്ണം ഉബൈദികളുടെ നേരെ, 1 റോമാക്കാർക്കെതിരിൽ എന്ന് ഫത്വ കേട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്നാണ്. അപ്പോൾ ഉബൈദി മോയിസ് അപ്പം ഈ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത തെറ്റായി പറഞ്ഞേക്കാരം. അപ്പോൾ എങ്ങനെ നിങ്ങൾ പറഞ്ഞു ചോദിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞത് 9 എണ്ണം നിങ്ങൾക്ക് നേരെ ഉപയോഗിക്കണം, 10ാമത്തെ അതും നിങ്ങൾക്കെതിരിൽ പ്രയോഗിക്കണം, അങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇമാം ദഹബി സിയറ താരിഖുൽ ഇസ്ലാമിൽ ഈ സംഭവം കൊടുക്കുന്നുണ്ട്, ഇബ്നുൽ ജൗസി ഉദ്ധരിച്ചിട്ട്. ഏതായാലും 9 എണ്ണം നിങ്ങൾക്ക് എതിരിൽ അത് ഉപയോഗിക്കണം അമ്പ്, 10ാമത്തതും നിങ്ങൾക്കെതിരിൽ തന്നെ ഉപയോഗിക്കണം. അതാണ് ഞാൻ ഫത്വ നൽകിയെന്ന് പറഞ്ഞു. അതോടുകൂടി അവർ കാരണം അത്ര കുഫറിൻ്റെ വക്താക്കളായിരുന്നു ഈ ഉബൈദികൾ. അതോടുകൂടി അവർ ഭയങ്കര നിന്ന് കത്തണ ദേശീയയാൾക്ക്. അങ്ങനെ ഈ അബൂബക്കർ മുഹമ്മദ് ഇബ്നു അഹമ്മദ് ഇബ്നു സഹൽ അന്നാബുൽസിയെ അയാളെന്ത് ചെയ്തു? ജീവനോടെ തോലുരിക്കാൻ കൊടുത്തു എന്നാണ്. ജീവനോട് തോലുരിക്കാൻ കൊടുത്തു. ആയുധം കൊണ്ട് പിന്നിൽ നിന്ന് കുത്തി അതൊന്നുണ്ട്. ജീവനോട് തോലുരിക്കാൻ അങ്ങനെ ഏൽപ്പിച്ചതൊരു യഹൂദനെ. അങ്ങനെ സലഹിന്, അതാണ് അവിടെ ബദ അൻ യസ്ലഹ്, ഈ യഹൂദൻ ഈ പണ്ഡിതനെ തോലുരിക്കാൻ തുടങ്ങിയതാണ്. ജീവനോട് ഇങ്ങനെ തോല് ഉരിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ പച്ച മനുഷ്യനല്ലേ. അപ്പോൾ ഈ യഹൂദൻ എന്ത് ചെയ്ത് ഇത് തോലുരിക്കണത് കണ്ടപ്പോൾ യഹൂദന് സഹിക്കാൻ കഴിയണില്ല. അപ്പോൾ അയാൾ കൽബിനൊരു കുത്തു കൊടുക്കുന്നുണ്ട്. യഹൂദൻ ഹൃദയത്തിനൊരു കുത്തു കൊടുത്തിട്ട് കൊന്നതിന് ശേഷം, വധിച്ചതിന് ശേഷം തോലുരിച്ചെന്നാണ്. കാരണം അവർ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ യഹൂദനും പണിയാവും.
അപ്പോൾ കൊന്നിട്ട് എന്ത് ചെയ്തു, പിന്നെ യഹൂദൻ തോല് ഉരിച്ച് പൂർത്തിയാക്കി എന്നാണ് പിന്നെ അതിൻ്റെ ചരിത്രം. പിന്നെ ആ തോലുരിച്ചതിൽ വൈക്കോല് നിറച്ച് പിന്നെ അത് ക്രൂശിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ചരിത്രം വായിക്കും. അള്ളാഹു അലാക്കുല്ലി. ഏതായാലും ഈ അബൂബക്കർ അബുൽസി അദ്ദേഹം ഷഹീദാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കണതാണ് ഉബൈദികൾ ചെയ്തത്. അവിടെ ഈ സലഹ എന്നാണ് സലഹ എന്ന് പറഞ്ഞാൽ അതാണ് ഇങ്ങനെ തോലുരിക്കണീനാണ് പ്രയോഗിക്കുക. അതേപോലെ പിന്നെ നീക്കി എന്നർത്ഥത്തിലും ഒക്കെ പ്രയോഗിക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് മസ്ലഹ്. ഇവിടെ മസ്ലഹിൽ പോകാറില്ലേ? മസ്ലഹ് എന്താ? ഇറച്ചി ഇല്ല, തോലിരിച്ച് കഷ്ണിച്ച് തരുന്ന സ്ഥലമാണ്. അവിടുത്തെ പ്രധാന പണി ഇതാണ്. കഷ്ണികളല്ല ആലിന് നമ്മൾ അറക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അറുത്തിട്ട് തോലിരിച്ചിട്ട് തരുന്ന പരിപാടിയാണ്.